ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിമ്നാനും. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രീമി ചിക്കൻ റെസിപ്പിയാണ്, ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിന്ന് ഗീ റൈസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ചിക്കൻ കൊണ്ട് എന്ത് വെക്കാം, അങ്ങനെ ഒരു പരീക്ഷണമാണ് ഇന്നത്തെ തുടക്കം. അപ്പം ഇന്ന് ഗീ റൈസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ക്രീമി ആയിട്ടുള്ള ചിക്കൻ ഞാനിത് ഹോട്ടലിൽ പോയപ്പോൾ ഇത് കഴിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതിപ്പം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റാവുന്ന കാര്യമുള്ളൂ, പുറത്തുനിന്ന് വാങ്ങണ്ട. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചിക്കൻ വാങ്ങുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഗരം മസാല, പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടി. ദെൻ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2-3 മുളക്, പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ. കീറിയൊന്നും ഇടണ്ട, അതേപോലെ തന്നെ അതിലേക്ക് ഇട്ടാൽ മതി. എനിക്ക് കുറച്ച് വലിയ പച്ചമുളകാണ് കിട്ടിയത്, സാരമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഇതിൽ കിടന്നിങ്ങനെ ചിക്കനും ആ ഗ്രേവിയും എല്ലാം ആ കുരുമുളകും ഒക്കെ എന്നാലും നമ്മൾ വിചാരിക്കുന്നൊരു ക്രീമി ആയിട്ടുള്ള ചിക്കൻ നമുക്ക് കിട്ടുള്ളൂ. ഇനി നന്നായിട്ട് വെന്ത് കഴിഞ്ഞപ്പം ഞാൻ യോഗട്ട് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ക്രീം നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ സംഭവങ്ങളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഒരു ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമുള്ളൂ. ഒരു സ്പെഷ്യൽ റെസിപ്പി ആവും. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസൂരി മെത്തിയാണ്. അത് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. കസൂരി മെത്തി കുറച്ചുകൂടെ കുരുമുളക് ആഡ് ചെയ്യുന്നതിന് കാരണം മുളക് പൊടിയോ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ കസൂരി മേത്തിയും അതേപോലെ തന്നെ കുറച്ച് കുരുമുളകും കൂടി ആഡ് ചെയ്താൽ നമ്മളുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു. ദെൻ കുറച്ച് ചൂടായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യണം. കാരണം ഇത് നല്ലപോലെ തിക്കാവരുത്, കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചുതരാം. ഇങ്ങനെ തടച്ച് കഴിയുമ്പോൾ നമുക്ക് സൂപ്പർ ടേസ്റ്റി ക്രീമി ചിക്കൻ റെഡി ആയിരിക്കുന്നു. ഫ്രണ്ട്സ്, ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ നിമ്നാനിം. ബൈ.